നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാലേ, നമ്മുടെ +1 നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എല്ലാ ദിവസം പരീക്ഷ എടുക്കുമ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടും. പിന്നെ ലാസ്റ്റ് ആ പരീക്ഷയുടെ തലേ ദിവസം എടുക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് വന്നാണ് എക്സാമിന്. പഠിക്കാൻ കൂടുതൽ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റ് പഠിച്ചു. പിന്നെ ഏത് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടെന്നൊക്കെ പറഞ്ഞു തന്ന സാറുമാരൊക്കെയാണ്. അതൊക്കെ എക്സാമിന് വന്നോ? വന്നിട്ടുണ്ടായിരുന്നു. എക്സാം ഓവറോൾ 11th എക്സാം ഈസി ആയിരുന്നു, ഓവറോൾ സിമ്പിൾ ആയിരുന്നു. പിന്നെ ട്യൂഷന് പറഞ്ഞ കുറേ ടോപ്പിക്സ് ടെക്സ്റ്റ് ബുക്കിൽ കുറേ വിശദീകരിച്ച് പറയുകയാണെങ്കിലും ലാസ്റ്റ് സെക്കൻഡ് വായിച്ചു നോക്കാൻ ഈസി വിന്നേഴ്സിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്, നല്ല സിമ്പിളായിട്ടുണ്ടായി. പിന്നെ ട്യൂഷന് പറഞ്ഞ കുറേ ടിപ്സ് ക്ലാസ്സിൽ പോയി പറഞ്ഞപ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങൾ അവർക്ക് എക്സാമിൽ എഴുതാനും പറ്റി. അപ്പോൾ നല്ല സിമ്പിളായി കുറേ പേർക്ക് എക്സാം. പിന്നെ ഈ അടുത്ത് ടീച്ചർ നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞ കുറച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ടായിരുന്നു. ഫൈനൽ എക്സാമിന് കുറച്ച് ദിവസം മുമ്പ് എക്കണോമിക്സിൻ്റെ എക്സാമിന് 2 പോർഷൻ ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അത് വിന്നേഴ്സിന് ഡിലീറ്റഡ് അല്ല എന്ന് പറഞ്ഞു. അത് ആ പോർഷൻ എക്സാമിന് വന്നു. അത് എക്സാമിന് മുമ്പ് ക്ലാസ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് നേരത്തെ പഠിച്ചു വെച്ചു. ഇപ്പോൾ അത് ക്ലിയർ ആയി. വിന്നേഴ്സിലെ ജേണിയെ കുറിച്ച് പറയും. വിന്നേഴ്സിന്റെ ആ ഒരു നമ്മുടെ ഫോക്കസ് 100% ഫോക്കസ് ശരിക്കും അങ്ങോട്ട് കൂടി. ലൈക്ക് ആദ്യമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായി, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഫോക്കസിങ് കുറച്ച് പാടായിരുന്നു. പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ചെറുതായിട്ട് ശ്രദ്ധ പോവുകയാണെങ്കിൽ ഷാരോ ടീച്ചേഴ്സ് അപ്പോൾ തന്നെ മെസ്സേജ് അയക്കും, അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ തിരിച്ചേക്കാൻ. അപ്പോൾ ഫോക്കസ് പോകാനുള്ള ചാൻസ് കിട്ടില്ല. പിന്നെ ഡെയിലി എക്സാം ഓൾസോ റിയലി ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ സമയമില്ലെങ്കിലും വിന്യാസമുള്ള ലൈക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്ത് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിവിഷൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ലായിരുന്നു. അത് വെച്ചാൽ ലൈക്ക് നമ്മൾക്ക് കൂടുതൽ ടോപ്പിക്സ് അറിയാം. നമുക്ക് ഇവിടുന്ന് പറയുന്ന കുറേ രീതിയിൽ അത് എക്സ്പ്ലനേഷൻ ആണെങ്കിലും അത് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റു കുട്ടികളാകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ചുകൂടി പോയിന്റ്സ് കുറച്ചും കൂടി വിശദീകരിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് വെച്ചാൽ എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എഴുതാനും പറ്റുമ്പോൾ കൂടുതൽ എഴുതാൻ പറ്റും, മാർക്ക് മേടിക്കാൻ ഈസിയാവും. അക്കൗണ്ടൻസി ആയാലും തിയറി ഒന്നും സ്കൂളിലൊന്നും അതിൽ എടുക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ തിയറി ക്ലാസ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സ് ആണെങ്കിലും 1 വേർഡ്സ് എടുക്കുകയായിരുന്നു. പഠിപ്പിച്ച് വലിയ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് പോകാറുണ്ട് ക്ലാസ്സിൽ. പക്ഷെ വിന്നേഴ്സിലാണെങ്കിൽ തിയറി കുട്ടികളുടെ ക്വസ്റ്റ്യൻ ചെല്ലുമ്പോൾ 1 വേർഡ്സ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിരുന്നു. പിന്നെ ബിസിനസ് ആണെങ്കിലും അടിപൊളിയായിട്ട് മനസ്സിലാക്കി എന്താണ് കാണാപ്പാടം പഠിക്കുന്നതിലും എന്താണ് മനസ്സിലാക്കി പഠിച്ചപ്പോൾ കൂടുതലും അതിൽ മെമ്മറിയിൽ നിന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. വായിക്കാനായിട്ട് മതിയിലിപ്പോ പഠിച്ചോളും. മുൻപെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ നിർബന്ധിക്കുന്നതായിരുന്നു. ഇപ്പൊ പിള്ളേർ ടൈമിലിരുന്ന് പഠിച്ചോളും. എക്സാമിന് അക്കൗണ്ടൻസിയാണ് പറഞ്ഞത് ഫുള്ളൊന്നും അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. വേണ്ട ക്വസ്റ്റ്യനൊക്കെ എഴുതി, പിന്നെ ഫുള്ള് ആൻസർ ചെയ്യുമായിരുന്നു അല്ലാതെ. അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ എക്കണോമിക്സിന് എളുപ്പമായിരുന്നു. കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു പറഞ്ഞു ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ആൻസർ കണ്ടെത്തിയല്ലോ അല്ലേ? ഇവിടുത്തെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. 9 തൊട്ടുള്ളതുകൊണ്ട് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ല വിന്നേഴ്സ് വന്നിട്ട് അതിനൊന്നും അപ്പുറം നമുക്ക് പഠിക്കത്തില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല മനസ്സിലാകുന്നുണ്ട് എല്ലാ ക്ലാസ്സും. അപ്പോൾ പെട്ടെന്ന് ടോപ്പിക്കൊക്കെ കിട്ടുന്നുണ്ട് സ്കൂളിൽ എടുക്കുമ്പോൾ. അപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് പഠിക്കാനൊക്കെ കുറച്ച് പുറകോട്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ചേർന്നപ്പോഴായിരുന്നു കുറച്ചും കൂടി മെച്യൂരിറ്റി ആയി. ഐ മീൻ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് തന്നെ കണ്ടുപിടിച്ചാണൊക്കെ. പിന്നെ ഈ എക്സാമിന് തന്നെ എക്കണോമിക്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ തന്നെ കുറച്ച് ഡൗട്ട് തോന്നി. പിന്നെ അത് നോക്കി കിട്ടി. ഷാഡോ ടീച്ചർ വിളിച്ച് പഠിക്കണുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ എക്സാമിന്റെ അന്ന് വന്നപ്പോ തന്നെ ടീച്ചർ എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും, എങ്ങനെയായിരുന്നു എക്സാം, അതിന്റെ ഫീഡ്ബാക്ക് പറയാന്നൊക്കെ പറഞ്ഞിട്ട്. എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി.
പിന്നെ അക്സ പറഞ്ഞിട്ടാണ് ഞാൻ വിന്നേഴ്സിനെ കുറിച്ച് അറിയുന്നത്. ലൈക്ക് അക്സയാണ് വിന്നേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അക്സയോട് എന്താ പറയാനുള്ളത്? അക്സയോട് താങ്ക്സ്. അതായത് ആദ്യം ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇത് ഉണ്ടാവുമല്ലോ, ഒരു ഇമാജിനേഷൻ ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ വിന്നേഴ്സ് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടി. പിന്നെ ടൈം മാനേജ്മെന്റ് ഒക്കെ നല്ലോണം പറ്റുന്നുണ്ട്. ഇപ്പോൾ +1 കയറുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. വിന്നേഴ്സിലും അതെ സ്കൂളിലും അതെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അത് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ വിന്നേഴ്സിൽ പെട്ടെന്ന് പറ്റി. അത് ഡെയിലി എക്സാംസ് ആയിക്കോട്ടെ, അപ്പോൾ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റി. ക്ലാസ്സിൽ മനസ്സിലാവാത്ത സംഭവങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്കും പഠിക്കാൻ പറ്റി. ക്ലാസ്സിൽ കുട്ടികൾക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റി. അക്സ പറഞ്ഞ പോലെ തന്നെ അതാണ് വേണ്ടത്, പറഞ്ഞു കൊടുക്കണം നമ്മൾ കേട്ടോ. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അതിനകത്ത് എന്താവുക, കുറച്ചും കൂടി നമ്മൾ ഇമ്പ്രൂവ്ഡ് ആവാം. എപ്പോഴും ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നന്നായിരിക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് പഠിക്കുന്ന ഏറ്റവും നല്ല മെത്തേഡ് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ.